വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നൃപൻ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെയായി സുധാകരൻ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് പോയത്, അല്ലാതെ എന്നെ മാറ്റുന്ന ഒരു സാഹചര്യമൊന്നും നിലവിലില്ല, എനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കരുത്തനാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ അപ്രതീക്ഷിതമായി സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു. അതായത് നമുക്കറിയാം, തുടക്കം മുതൽ കേൾക്കുന്നത് ഒരു പക്ഷേ ആന്റണി ആയിരിക്കാം വരുന്നത് എന്നാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു നീക്കങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴിതാ സണ്ണി ജോസഫിലേക്ക് എങ്ങനെയാണ് നൃപൻ എത്തുന്നത്? ഭദ്ര, ഇത് വലിയ തരത്തിലുള്ള കെ സുധാകരന്റെ എതിർപ്പ്, കെ സുധാകരന്റെ രണ്ടും കൽപ്പിച്ചുള്ള മുന്നോട്ട് പോക്ക്, ഒപ്പം തന്നെ ഈ പറഞ്ഞ കേരളത്തിലെ കാസർഗോഡ് മുതൽ KPCC ആസ്ഥാനത്ത് വരെ കെ സുധാകരൻ തുടരണം എന്ന നിലപാടുമായി ഒരു ഭാഗം ശക്തമായി രംഗത്ത് വരുന്നു. മാത്രമല്ല, ആന്റണിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിലുണ്ടായി. ഒപ്പം തന്നെ ചില സമുദായ സംഘടനാ നേതാക്കൾ ആന്റണിക്കെതിരെ രംഗത്തെത്തി. ആ സമുദായ നേതാക്കൾ തന്നെ തങ്ങളുടെ പറ്റിൽ ആന്റണി ഉൾപ്പെടുത്തരുത് എന്ന നിലപാടുമായി അവരുടെ മുഖപത്രം, അവരുടെ വർത്തമാന പത്രത്തിൽ എഴുതി. ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് AICC അവസാന നിമിഷം ഹൈക്കമാൻഡ് ആന്റണിയെ മാറ്റി സണ്ണി ജോസഫിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ കെ സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു. ദില്ലിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി. ചർച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ വിവാദങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ സുധാകരനെ മാറ്റിയിരുന്നില്ല, തന്നെ മാറ്റാൻ ഒരു തരത്തിലുള്ള നിർദ്ദേശവും പാർട്ടി ഹൈക്കമാൻഡ് നൽകിയിരുന്നില്ല എന്ന നിലപാട് ആദ്യമായി പരസ്യമായി പറയുന്നത് കെ സുധാകരനാണ്. പിന്നെ കെ സുധാകരന്റെ പിന്തുണയുമായി കെ മുരളീധരൻ രംഗത്ത് വരുന്നു. മുതിർന്ന നേതാക്കൾ ശശി തരൂരിനും AK ആന്റണി പോലെ നേതാക്കൾ, രമേശ് ചെന്നിത്തല പോലെ നേതാക്കൾ കെ സുധാകരന് പിന്തുണ നൽകുന്നു. ഇതിനിടയിലാണ് ഹൈക്കമാൻഡ് വല്ലാത്ത ആശയക്കുഴപ്പത്തിലാകുന്നത്. അവസാനം ഒരു സമവായം എന്ന നിലയിലേക്കായിരിക്കും സണ്ണി ജോസഫിനെ എൻ്റെ പേര് അവസാന നിമിഷം ഇത് നിർദ്ദേശിക്കാനുള്ള കാരണം. അതിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ് 2-3 ദിവസമായി ഉണ്ടായിരുന്നത്. പൊടുന്നനെ AICC ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തും, അത് എപ്പോഴാണ് എന്ന തരത്തിലുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം കൂടി വരുന്നത്. പക്ഷേ ആ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടും കെ സുധാകരനെ മാറ്റി പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു എന്നതാണ് ഈ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഭദ്ര, നേരത്തെ സണ്ണി ജോസഫും ഒപ്പം തന്നെ ആന്റണിയെയും ബെന്നി ബെഹനാനെയും ആദ്യഘട്ടത്തിലെ പരിഗണിച്ചിരുന്ന പേരുകാരായിരുന്നു. അവസാന ഘട്ടത്തിൽ ആന്റണി മാത്രമായി മാറി. ആന്റണി തന്നെ പത്തനംതിട്ടയിൽ ഇത് ബന്ധപ്പെട്ട കോട്ടയത്തും പത്തനംതിട്ടയിലും അതിൻ്റെ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും KPCC അധ്യക്ഷനായി ഉത്തരവ് ഉടൻ വരും. ആദ്യം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കാനുള്ള നടപടി ആദ്യം അങ്ങോട്ടായിരിക്കും പോവുക എന്നൊക്കെ തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നു. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആന്റണി KPCC അധ്യക്ഷനായി എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്ന ഘട്ടത്തിലാണ് വലിയ തരത്തിൽ വിവാദങ്ങളായത്. പക്ഷേ അവസാന നിമിഷം ഇതിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായി എന്ന് തന്നെ പറയാം. സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷനാകുന്നു. ഒപ്പം തന്നെ മറ്റു തല ഇക്വേഷൻസ് ആണ് ഇവർ പരിഗണിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം കെ സുധാകരനെ മാറ്റുമ്പോൾ അവിടെ അടൂർ പ്രകാശിനെ പകരം UDFന്റെ കൺവീനറായി ഹസനെ മാറ്റി അവിടെ അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നു. പകരം 3 വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തുന്നു. ഇതിലൊക്കെ തന്നെ മറ്റ് പലതരത്തിലുള്ള പ്രാതിനിധ്യങ്ങളാണ് അവസാനം AICC കേരളത്തിന് ചുമതലയുള്ള നേതാക്കളുമായി ആലോചിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ കെ സുധാകരനും കെ സുധാകരൻ്റെ അനുയായികളും ഇതിൽ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, അവരുടെ പ്രതികരണം എങ്ങനെയാണ്, മുതിർന്ന നേതാക്കളുടെ പ്രതികരണമാണ്. AICC ഒരു തീരുമാനമെടുത്ത് ഉത്തരവായി സർക്കുലറായി പുറത്തു വന്നാൽ പരസ്യമായി മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ്. കാരണം അദ്ദേഹം ഇന്ന് മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കടുത്ത ആത്മവിശ്വാസമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമുദായികപരമായി പല നേതാക്കളുടെ പിന്തുണ കൂടി കെ സുധാകരന് ലഭിച്ച ദിവസം കൂടിയാണ്. അതുകൂടി AICCയുടെ മുന്നിൽ എത്തിയിരിക്കണം. പക്ഷേ ഒരു തരത്തിലെ വിട്ടുവീഴ്ചയും കെ സുധാകരന് വേണ്ട എന്ന നിലപാട് AICC അവസാനം എടുത്തിരിക്കുകയാണ്. ഭദ്ര, നൃപൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയമൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ സണ്ണി ജോസഫ് സുധാകരന്റെ ഒരു അനുയായിയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട സമയത്ത് അന്ന് പ്രസിഡന്റായിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിനെതിരെ സണ്ണി ജോസഫ് പരോക്ഷമായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള
കുറവാണ് ഇത്തരത്തിലൊരു തോൽവിക്ക് കാരണമെന്ന് പരോക്ഷമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമല്ല കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സുധാകരന്റെ അനുയായി അല്ലെങ്കിൽ സുധാകരന് വേണ്ടപ്പെട്ടയാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നത്? നേരത്തെ തന്നെ കണ്ണൂർ പൊളിറ്റിക്സിലും സംസ്ഥാനത്തും കെ സുധാകരൻ സജീവമാവുന്ന ഘട്ടങ്ങളിലെല്ലാം സണ്ണി ജോസഫ് കെ സുധാകരനൊപ്പം ഉറച്ചു നിന്ന നേതാവാണ്. പക്ഷേ ഇപ്പോൾ ആ തരത്തിലുള്ള ലൈസൺ ഇവർ രണ്ടുപേരും തമ്മിലില്ല എന്നാണ് നമുക്ക് പുറത്തറിയുന്നത്. പക്ഷേ അവസാന നിമിഷം KPCC അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണി വന്നപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടെ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിൽ സണ്ണി ജോസഫിന് കെ സുധാകരൻ ഈ കാര്യത്തിലുള്ള കെ സുധാകരന്റെ കൂടി പിന്തുണ സണ്ണി ജോസഫിന് വയ്ക്കുമ്പോൾ ലഭിക്കും, വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ട, ഒപ്പം തന്നെ മറ്റ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കുക, ഈ നേരത്തെ ഉണ്ടായിരുന്ന ആന്റോ ആന്റണിയെ മാറ്റി സണ്ണി ജോസഫിലേക്ക് ആ പേരിലേക്ക് എത്തുക, ഇത്തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ സണ്ണി ജോസഫുമായി പണ്ട് നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ അതേ ഒരു ഇഴയെടുപ്പം കെ സുധാകരൻ ഇപ്പോൾ സൂക്ഷിക്കുന്ന ഒരു നേതാവല്ല. ഈ പകരം മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിന്റെ പകര പേര് അങ്ങോട്ട് നിർദ്ദേശിക്കുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ്, ഈ ഉയർന്നു നിൽക്കുന്ന പേരുകളൊന്നും തൻ്റെ അറിവിലില്ല, ഞാൻ ഒരാളുടെയും പേര് അങ്ങോട്ട് നിർദ്ദേശിച്ചിട്ടില്ല എന്ന നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആശയവിനിമയമാണ് കെ സുധാകരനുമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം AICC നേതൃത്വം നടത്തിയത്? അദ്ദേഹം കണ്ണൂരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹം കാണാൻ ശ്രമിച്ചതാണ്. അപ്പോഴെല്ലാം അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. മാത്രമല്ല ഇന്ന് പകൽ മുഴുവൻ, ഇന്നലെ വൈകിട്ടും ഇന്ന് പകൽ മുഴുവൻ കാസർഗോഡ് മുതൽ കേരളത്തിൽ KPCC ആസ്ഥാനത്തിനും DCC ഓഫീസിന് മുന്നിലും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിലും ഒക്കെ തന്നെ കെ സുധാകരൻ തുടരട്ടെ എന്ന ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുക. അതിനൊക്കെ ശേഷമാണ് കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. അതുകൊണ്ട് കെ സുധാകരനെ എങ്ങനെയാണ് മെരിക്കുകയോ അല്ലെങ്കിൽ കെ സുധാകരൻ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഇനി വരും നിമിഷങ്ങളാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഭദ്ര. തീർച്ചയായും നിർഭൻ, അതായത് കെ സുധാകരനെ മാത്രമല്ല ഒരുപക്ഷെ പ്രവർത്തകരെ കൂടി, താഴ്ന്ന തട്ടിലുള്ള പ്രവർത്തകരെ കൂടി ഇനി എങ്ങനെ അനുനയിപ്പിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഒരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. കാരണം തീർച്ചയായും ആന്റോ ആന്റണിയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർ ഈ പോസ്റ്ററിലൊക്കെ പതിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന മുഖമാകണം എന്ന് പറയുന്നുണ്ട്. നൃപൻ, എങ്ങനെയായിരിക്കും ഇനി ആന്റോ ആന്റണിയുടെ ഒരു പ്രതികരണം ഉണ്ടാവുക? തീർച്ചയായും ഭദ്ര, ഈ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളവും ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളവും രണ്ട് തരത്തിലുള്ള നേച്ചറുള്ള നേതാക്കളാണ്. സണ്ണി ജോസഫ് സംഘടനാപരമായി കോൺഗ്രസിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന നേതാവാണ്. പക്ഷേ പാർലമെൻ്ററി രംഗത്തും വർഷങ്ങളായി പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹം DCC അധ്യക്ഷൻ പദവി മാത്രമാണ് വഹിച്ചിരുന്നത്. അദ്ദേഹം സംസ്ഥാന തലത്തിലേക്ക്, സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് ഒരു ചുമതലയും വഹിച്ചിരുന്ന ഒരാളല്ല. സണ്ണി ജോസഫിനെ ഒപ്പം തന്നെ അദ്ദേഹം പാർലമെൻ്ററി രംഗത്ത് ജനപ്രതി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകളും AI ഗ്രൂപ്പുകളുടെ പ്രതാപകാലം അസ്തമിക്കുകയും ഓരോ നേതാക്കളും ഓരോ ചേരിയിലേക്ക് മാറുകയും ചെയ്ത സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള നേതൃതലത്തിൽ വലിയ വിഘടനവും വിഭജനവും ഉള്ള ഘട്ടത്തിൽ സണ്ണി ജോസഫിന് കേരളത്തിലെ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ, കേരളത്തിലെ കാസർഗോഡ് മുതൽ ഇങ്ങ് കളിയിക്കാവള വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോട് നേരിട്ട് ബന്ധമുള്ള ഒരു നേതാവൊന്നുമല്ല സണ്ണി ജോസഫ്. അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുവരുമ്പോൾ ഗ്രൂപ്പുകളുടെ സഹകരണം അദ്ദേഹത്തിന് ആവശ്യമാണ്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ്. കാരണം മുൻ KPCC അധ്യക്ഷന്മാർ തന്നെ ഒരു നിര നേതാക്കൾ, ഇപ്പോൾ തെന്നല ബാലകൃഷ്ണൻ മുതൽ VN സുധീരൻ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതൽ K മുരളീധരൻ മുതൽ M ഹസൻ മുതൽ ഉള്ള മുഴുവൻ നേതാക്കളും ഇപ്പോൾ കേരളത്തിൽ സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ മുതിർന്ന നേതാവായ AK ആന്റണി അടക്കം കേരളത്തിലാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണെങ്കിലും എല്ലാ ദിവസവും KPCC ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയാണ് മടങ്ങുന്നത്. ഉച്ചയോടുകൂടി AK ആന്റണി എല്ലാ ദിവസവും ഓഫീസിലെത്തി കാര്യങ്ങൾ വിലയിരുത്തിയാണ് മടങ്ങുന്നത്. അങ്ങനെ ഒരു മുതിർന്ന നേതാക്കളുടെ ഒരു നിരയുണ്ട്. ഒപ്പം തന്നെ താരതമ്യേന ജൂനിയറായ ഇപ്പോൾ KSU വഴിയും യൂത്ത് കോൺഗ്രസ് വഴിയൊക്കെ തന്നെ ജനപ്രതിനിധികളൊക്കെ ആയി മാറുക ഒരു തരത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരുന്ന അതേ ശ്രേണിയിലുള്ള നേതാക്കൾ. ഒപ്പം തന്നെ മധ്യവർഗത്തിൽ വന്ന വിഷ്ണുനാഥിനെ പോലെയൊക്കെയുള്ള ഒരു പീരീഡിലുള്ള നേതാക്കളുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കരുത്ത് സണ്ണി ജോസഫിന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ തന്നെയാണ് നേരത്തെ K മുരളീധരൻ പറഞ്ഞ വാചകത്തിൽ ഉള്ളത്. അത് ആന്റോ ആന്റണിയെ കൂടി ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഇപ്പോൾ അത് സണ്ണി ജോസഫിലേക്ക് ആ പദവി എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ എന്തുകൊണ്ടാണ് കെ സുധാകരനെ മാറ്റി ആന്റോ ആന്റണി എന്ന പേരിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ വലിയ തരത്തിൽ വിവാദമായിരുന്നു. അത് കത്തോലിക്ക വിഭാഗം
അവർ കത്ത് നൽകിയിരുന്നു എന്ന തരത്തിൽ അവരെ പരിഗണിക്കേണ്ട പേരുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവരോട് അഭിപ്രായം തേടിയിട്ടുണ്ടെന്നും അതിൽ ഒന്നാം പേരുകാരനായി അവർ നിർദ്ദേശിച്ചത് ആന്റോ ആന്റണിയാണ് എന്നതാണ്. രണ്ടാമത് പരിഗണിക്കേണ്ട പേരാണ് സണ്ണി ജോസഫിന്റെ പേര് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പേരുകൾ വിവരം, നമ്മൾ ഭാരവാഹികളുടെ പേര് വിവരം വരുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. സണ്ണി ജോസഫ് ആന്റോ ആന്റണിക്കെതിരെ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള, പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും റോബർട്ട് വധേരയുടെയും നോമിനിയാണ് സണ്ണി ജോസഫ് എന്ന തരത്തിലുള്ള വാർത്ത കൂടി കൂടുതൽ വിവാദത്തിലേക്ക് മാറി. ഒപ്പം തന്നെയാണ് അവർ ദീപിക പത്രത്തിന്റെ മുഖപത്രത്തിൽ കത്തോലിക്ക സഭയുടെ ഭാഗമായി തങ്ങൾ ആരെയും മുന്നോട്ട് വച്ചിട്ടില്ല, സണ്ണി ജോസഫ് തങ്ങളുടെ പ്രതിനിധിയല്ല എന്ന ഒരു പ്രതികരണം കൂടി വന്നപ്പോൾ AICCയും പ്രത്യേകിച്ച് ഈ തീരുമാനങ്ങളിലേക്ക് പോയ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ വെട്ടിലായി എന്ന് തന്നെ പറയാം. KC വേണുഗോപാലിനും അക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി. അങ്ങനെയാണ് സണ്ണി ജോസഫിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ കെ സുധാകരനെ മാറ്റുമ്പോൾ അടൂർ പ്രകാശിനെ MM ഹസനെ മാറ്റി അവിടെ UDF കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതും വർക്കിംഗ് പ്രസിഡന്റുമാരെയായി ഉൾപ്പെടുത്തിയിട്ടുള്ള PC വിശ്വനാഥും ഒപ്പം തന്നെ AP അനിൽകുമാറും ഷാഫി പറമ്പിലും കൂടി പരിശോധിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ഇക്വേഷനിലേക്ക് ഇവരെ ഭാരവാഹികളെ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ്. അതൊരു മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു വിഭജനത്തിലൂടെയാണോ, പ്രവർത്തന മികവാണോ, മറ്റു തല പരിഗണനയിലാണോ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുന്നവരെ കടുത്ത പിടിവാശിയിലുണ്ടായിരുന്ന, ഒരു തരത്തിലും അനുനയപ്പെടാതിരുന്ന കെ സുധാകരൻ ഇതെങ്ങനെ സ്വീകരിക്കും. ഒപ്പം തന്നെ കെ സുധാകരനൊപ്പം നിന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. മുതിർന്ന നേതാക്കളുടെ നിലപാട് എന്തായിരിക്കും? ശശി തരൂരൊക്കെ അവസാന നിമിഷം പറഞ്ഞത്, നേതൃത്വത്തെ അറിയിച്ചത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ, ആഘാതം താങ്ങാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രാപ്തമല്ല, അതുകൊണ്ട് AICC സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ട് ഈ ആന്റോ ആന്റണിയിൽ നിന്ന് സണ്ണി ജോസഫിലേക്ക് എത്തിയത് അവസാന നിമിഷ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ടായ മാറ്റമാണോ, AICC കടുംപിടുത്തം ഒഴിവാക്കി സണ്ണി ജോസഫിലേക്ക് എത്തിയതാണോ, അത് സണ്ണി ജോസഫിന്റെ പേര് കെ സുധാകരൻ കൂടി അംഗീകരിച്ചതാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരേണ്ട കാര്യമാണ്. പക്ഷേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പടിവാതിൽ എത്തി നിൽക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വിഘടനത്തിലേക്കോ പൊട്ടിത്തെറിയിലേക്കോ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അക്കാര്യത്തിൽ കെ സുധാകരൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഒഴിച്ചുകൂടാനാകാത്തൊരു മുഖമാണ് KC വേണുഗോപാൽ. അതായത് KC വേണുഗോപാലിന്റെ നോമിനി കൂടിയായിരുന്നു ആന്റോ ആന്റണി. അപ്പോൾ ആന്റോ ആന്റണിനെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ സണ്ണി ജോസഫിന്റെ പേര് വരുമ്പോൾ KCയുടെ നോമിനി തന്നെയാണോ, അല്ലെങ്കിൽ KCക്ക് അനുകൂല തന്നെയാണോ ഈ സണ്ണി ജോസഫ്? ഭദ്ര, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്ന കാര്യം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ അടക്കം അംഗീകരിക്കുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ തന്നെ VD സതീശൻ്റെ കൂടെ നിൽക്കുന്നവരും കെ സുധാകരൻ്റെ കൂടെ പറ്റിൽ വന്ന പലരും വിവിധ വിഭാഗങ്ങൾ, പഴയത്തെ ആയി നിന്ന KC വേണുഗോപാൽ അടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലൂടെ വളർന്നു വന്ന നേതാക്കളാണ്. അവരെല്ലാം വിഘടിച്ച് നടക്കുന്ന നേതാക്കൾ അടക്കം രമേശ് ചെന്നിത്തലയുടെ പേരിലൊക്കെ തന്നെ വിവിധ കമ്മിറ്റികളിലും ഘടകത്തിൽ വന്ന നേതാക്കളൊക്കെ തന്നെ ആത്യന്തികമായി ആർക്കൊപ്പമാണ് എന്ന് ചോദിച്ചാൽ അത് KC വേണുഗോപാലിനൊപ്പമാണ്. KC വേണുഗോപാലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. കോൺഗ്രസിന്റെ ഒരു കാര്യം, അധികാര പദവിയിൽ ഇരിക്കുന്ന ആളിനൊപ്പം നിൽക്കുന്ന ഒരു ശൃംഖല രൂപപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ്. AI ഗ്രൂപ്പുകളുടെ പ്രതാപ കാലം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ മുഴുവൻ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഇപ്പോൾ പ്രതാപശാലികൾ എന്ന് പറയുന്ന അതിന്റെ തുടർച്ചയായി വരുന്നത് എന്ന് പറഞ്ഞാൽ ആരാണ് കേരളത്തിൽ, ആരാണ് ഒന്നാമത്? അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതായത് KC വേണുഗോപാൽ കൂടി അനുകൂലിച്ചുകൊണ്ടാണോ സണ്ണി ജോസഫിന്റെ പേര് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഇനി വലിയ തിരിച്ചടികളായിരിക്കും ഇനി ഈ പാർട്ടി നേരിടാൻ പോകുന്നത്. എന്തായാലും സണ്ണി ജോസഫാണ് പുതിയ KPCC പ്രസിഡന്റ്. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റി അടൂർ പ്രകാശിനെ നിയമിക്കുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്.